ഒരു മനുഷ്യൻ സ്പിരിച്വൽ ആകുന്നതോടുകൂടി അവൻ എന്ത് ബെനിഫിറ്റ് ആയിരിക്കും കിട്ടുന്നത്? അവൻ ഏത് മേഖലയിലാണോ ഉള്ളത് എങ്കിൽ ആ മേഖലയിൽ അവന് തിളങ്ങാൻ കഴിയും, പെർഫോം ചെയ്യാൻ കഴിയും. ഏറ്റവും ഉചിതമായ സൗന്ദര്യമുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു മീൻകാരൻ, അദ്ദേഹത്തിൽ സ്പിരിച്വാലിറ്റി ഉണ്ട്. അയാൾ കുറേ നിഗൂഢ പ്രകൃതി പ്രപഞ്ച സത്യങ്ങളൊന്നും അറിയണ്ട, വളരെ സത്യസന്ധമായിട്ട്, വളരെ ജെന്യൂനായിട്ട് അദ്ദേഹത്തിൻ്റെ ഫീൽഡിൽ അദ്ദേഹം പെർഫോം ചെയ്യുകയാണെങ്കിൽ അയാൾ ആ ഫീൽഡിലെ സ്പിരിച്വൽ പേഴ്സണാണ്. ഒരു ഹോട്ടൽ ബിസിനസ് നടത്തുന്ന ആളുകൾക്കൊരിക്കലും അനാരോഗ്യകരമായ ഭക്ഷണം കൊടുക്കൂല എന്ന് തീരുമാനിച്ചിട്ട് പ്രോഫിറ്റ് ഉണ്ട്, ആ പ്രോഫിറ്റോട് കൂടെ ജനങ്ങൾക്ക് കൂടി പ്രോഫിറ്റ് കിട്ടണമെന്ന, ആരോഗ്യമെന്നവരുടെ പ്രോഫിറ്റ് നഷ്ടപ്പെടുത്താൻ പാടില്ല എന്നൊരു ബോധം ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാൽ ഹീസ് എ റിയൽ സ്പിരിച്വൽ മാൻ. അവനാണ് യഥാർത്ഥ സ്പിരിച്വൽ മാൻ. എവിടെ നിന്നിട്ട് നമുക്കിത് ചെയ്യാൻ കഴിയുന്നുള്ളതാണ്. അല്ലാതെ അതിന് വേണ്ടിയിട്ട് മാറിയിട്ട് അല്ല. ഒരു വിഷയത്തിൻ്റെ ഏറ്റവും അതിന് ഇസ്ലാമിക് ടേമിൽ പറയുകയാണെങ്കിൽ യഹ്സാനികമായിട്ടുള്ളൊരു സമീപനം എന്നാണ്. ഏറ്റവും ഉചിതമായ, ഏറ്റവും സൗന്ദര്യമുള്ള ഒരു സംഭവം ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു സ്പിരിച്വാലിറ്റി ഉണ്ട്. ഒരാളെയും വിഷമിപ്പിക്കാതെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് സൗന്ദര്യപൂർണ്ണമായ ഒരു ഡ്രൈവിങ്, അങ്ങോട്ടെടുത്ത് ഇങ്ങോട്ട് ഓടിച്ച് വണ്ടിയിലുള്ള ആളുകൾക്കും പ്രയാസം ഉണ്ടാക്കാൻ പാടില്ല, ഡ്രൈവർ മറ്റുള്ളവർക്കും പ്രയാസം ഉണ്ടാക്കാൻ പാടില്ല, അയാൾക്കും പ്രയാസം ഉണ്ടാക്കാൻ പാടില്ല. എത്രത്തോളം ആ ഡ്രൈവിങ്ങിനെ അയാൾക്ക് ആസ്വദിക്കാൻ കഴിയുന്നു അത്രത്തോളം അയാൾ സ്പിരിച്വലാണ്.